BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. അംഗീകാര നിറവിൽ ബഹ്റൈൻ പാസ്പോർട്ട്. ഇന്റർനാഷണൽ റെഡ് സൂട്ട് ഡിസൈൻ അവാർഡ് 2024 ബഹ്റൈൻ പാസ്പോർട്ട് കരസ്ഥമാക്കിയത്. നവംബർ 1 ബെർലിനിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. മികച്ച രൂപകൽപ്പനയും സുരക്ഷാ സവിശേഷതകളുമുള്ള ബഹ്റൈൻ പാസ്പോർട്ട് നിരവധി അംഗീകാരങ്ങളാണ് ഇതിനകം നേടിയത്. ബഹ്റൈൻ രാജാവിന്റെ നേതൃത്വത്തിന് കീഴിൽ മുന്നോട്ട് കുതിക്കുന്ന ബഹ്റൈനുമായുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണ് ഈ നേട്ടമെന്നും NPRA അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഈസ ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു. പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളെയും ഷെയ്ഖ് ഹിഷാം പ്രശംസിച്ചു. ബഹ്റൈനിൽ വേനൽക്കാലത്ത് ഉച്ചവിശ്രമ നിയമം നടപ്പാക്കിയതോടെ തൊഴിലിടങ്ങളിലെ പരിക്കുകൾ 60% കുറഞ്ഞതായി തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ സുരക്ഷാ പരിശോധനാ വിഭാഗം മേധാവി മുസ്തഫ അഖീൽ അഷ്ലൈഖ് അറിയിച്ചു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്കാണ് നിയമം ബാധകമാവുക. 2007 മുതൽ നടപ്പാക്കി തുടങ്ങിയ നിയമം 2024 ആകുമ്പോഴേക്ക് തൊഴിലിടങ്ങളിലെ അപകടങ്ങളും സൂര്യാതപമടക്കമുള്ള അവസ്ഥകളും 60% കുറവ് വരുത്തി. കഴിഞ്ഞ വർഷങ്ങളിൽ തൊഴിലിടങ്ങളിലെ അപകടങ്ങളിൽ 40% കുറവ് രേഖപ്പെടുത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. സൂര്യാഘാതം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ 2 മാസക്കാലം ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണം. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് നിയന്ത്രണം. ദുബായിൽ നിന്നും ബഹ്റൈനിൽ ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ മുതിർന്ന തമിഴ് മാധ്യമ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ഖാൻ മുഹമ്മദ് ഹിദായത്തിന് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്വീകരണം നൽകി. ക്യാപിറ്റൽ ഗവർണറേറ്റ് 1 ഡിസ്ട്രിക്ട് ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ്, അഭ്യുദയകാംക്ഷിയായ അൻവർ നിലമ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് അദ്ദേഹത്തിന് കൈൻഡ്നസ് അവാർഡ് സമ്മാനിച്ചു. ഹ്രസ്വ സന്ദർശന വേളയിൽ അദ്ദേഹം BMC ഹെഡ് ഓഫീസ് സന്ദർശിക്കുകയും മനാമയിലെയും ഗുദൈബയിലെയും ലേബർ ക്യാമ്പുകളിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് നടത്തിയ ഭക്ഷണ സുരക്ഷാ സാമഗ്രികളുടെ വിതരണത്തിലും പങ്കെടുത്തു. പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മനാമ അൽഹിലാൽ മെഡിക്കൽ സെന്ററിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 200-ലധികം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് പത്തേമാരി ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് മുഹമ്മദ് ഈറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അൽഹിലാൽ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ നൌഫൽ സലാഹുദ്ദീൻ, അസോസിയേഷൻ സെക്രട്ടറി അനീഷ് മാളികമുഖ് എന്നിവർ ആശംസയും അറിയിച്ചു. അൽഹിലാൽ മാനേജ്മെന്റിന് പത്തേമാരിയുടെ സ്നേഹോപഹാരം കൈമാറി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് കൊറ്റാടത്ത്, മായ അച്ചു, ജോയിന്റ് സെക്രട്ടറിമാരായ അജ്മൽ കായംകുളം, ലൗലി ഷാജി, ചാരിറ്റി കോർഡിനേറ്റർ ദിവിൻ കുമാർ, മീഡിയ വിംഗ് കോർഡിനേറ്റർമാരായ സത്യൻ പേരാമ്പ്ര, സുജേഷ് എണ്ണക്കാട്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പത്തേമാരിയോടൊപ്പം മെഡിക്കൽ ക്യാമ്പിന് സഹകരിച്ച മനാമ അൽഹിലാൽ ഗ്രൂപ്പിനും പങ്കാളിത്തവും സഹകരണവും കൊണ്ട് ക്യാമ്പ് വിജയമാക്കി തീർത്ത ഏവർക്കും പത്തേമാരി എക്സിക്യൂട്ടീവ് നന്ദി അറിയിച്ചു. പത്തേമാരി ബഹ്റൈൻ ചാപ്റ്ററിൽ അംഗമാകാൻ താൽപ്പര്യമുള്ളവർ 37263354 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. ദീർഘകാലം ബഹ്റൈനിൽ ജോലി ചെയ്ത് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന സമസ്ത ബഹ്റൈന്റെ സജീവ പ്രവർത്തകനും സമസ്ത ഹൂറ ഏരിയ ഭാരവാഹിയുമായ അബ്ദുറഹ്മാൻ തുബോളിക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റിയുടെ സ്നേഹോപഹാരം സമസ്ത ബഹ്റൈൻ കേന്ദ്ര ഏരിയ ജമിയത്തുൽ മുലമീൻ SKSSF നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് സയ്യിദ് ഫിഖ്റുദ്ദീൻ തങ്ങൾ കൈമാറി. ഷിരൂരിലെ രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താൽപ്പര്യമില്ലെന്ന് M. വിജയൻ MLA. രക്ഷാദൌത്യം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലെന്നും M. വിജയൻ വ്യക്തമാക്കി. നേവി സംഘം പരിശോധന നടത്താതെ മടങ്ങി. NDRFന്റെയും നാവികസേനയുടെയും സംഘം സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങി. അർജുന് വേണ്ടി തിരച്ചിലുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇപ്പോൾ ഷിരൂരിൽ നടക്കുന്നില്ല. ദേശീയപാത സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. തൃശൂരിലെ ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികളേറെയെന്നും ഡ്രഡ്ജർ നിർമ്മിച്ച കമ്പനിയുടെ ഉദ്യോഗസ്ഥർ N. നിഖിൻ പറഞ്ഞു. ഒഴുക്ക് 4 നോട്ട്സ് കൂടിയാൽ ഡ്രഡ്ജർ പ്രയാസകരമാകുമെന്നും നിഖിൽ പറഞ്ഞു. അതേസമയം അർജുനായുള്ള തെരച്ചിൽ 14-ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുകയാണ്. പുഴയിലെ കുത്തൊഴുക്കും ചെളിയും ദൌത്യത്തിന് പ്രതിസന്ധിയാണ്. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ നദിയിൽ പരിശോധന നടത്തുമെന്നാണ് അറിയിപ്പ്. അതേസമയം ഷിരൂരിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം തുടരും. തൽക്കാലം ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കില്ല.
ഒളിമ്പിക്സിൽ ടെന്നീസിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ അവസാനിച്ചു. പുരുഷ ഡബിൾസിൽ ഏറെ പ്രതീക്ഷ നൽകിയ രോഹൻ ബൊപ്പണ്ണ, ശ്രീറാം ബാലാജി സഖ്യം രണ്ടാം റൗണ്ടിലെത്താതെ പുറത്തായി. ആദ്യ റൗണ്ടിൽ ഫ്രഞ്ച് സഖ്യമായ എഡ്വാർഡ് റോജർ, ഗെൽ മോൺഫിൽസ് എന്നിവരോടാണ് ഇന്ത്യൻ താരങ്ങൾ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോറ്റത്. 5-7, 2-6 എന്നീ സെറ്റുകൾക്കാണ് തോറ്റത്. ഞായറാഴ്ച നടന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം സുമിത് നാഗലും ആദ്യ റൗണ്ടിൽ തോറ്റിരുന്നു. ടെന്നീസിലെ മറ്റൊരു ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയായിരുന്ന സുമിത് നാഗൽ ഫ്രഞ്ച് താരം കോറന്റൈൻ മൗറിറ്റ്സിനോടാണ് പുരുഷ സിംഗിൾസിൽ തോറ്റത്. 3 സെറ്റ് നീണ്ട പോരാട്ടത്തിനാണ് ഇന്ത്യൻ താരം തോൽവി സമ്മതിച്ചത്. 2-6, 6-2, 5-7 എന്നിങ്ങനെയായിരുന്നു സ്കോർ. വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതയും സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിലടക്കം 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും. ഇതിനു പുറമെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, കൂരാച്ചുണ്ട്, കൊടിയത്തൂർ, കാരശ്ശേരി, കട്ടിപ്പാറ, ഓമശ്ശേരി, പുതുപ്പാടി, മുക്കം എന്നീ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, കൊണ്ടോട്ടി എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. ശക്തമായ മഴയും കാറ്റുമുള്ള സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് എയർ ഏഷ്യയുടെ കോലാലംപൂർ വിമാന സർവീസ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. ആഴ്ചയിൽ 3 സർവീസുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ കോലാലംപൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് കോലാലംപൂരിലേക്കുമാണ് സർവീസുകളുള്ളത്. പ്രാദേശിക സമയം രാത്രി 9:55 കോലാലംപൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 11:25 കോഴിക്കോട്ടെത്തും. പിറ്റേന്ന് പുലർച്ചെ 12:10 കോഴിക്കോട് നിന്ന് വിമാനം പുറപ്പെടും. 3 മാസം മുൻപേ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. എയർ ഏഷ്യയ്ക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനങ്ങൾ ഉള്ളതിനാൽ കോലാലംപൂരിൽ നിന്ന് വിവിധ വിദേശ രാജ്യങ്ങളിലേക്കും ഇനി യാത്ര എളുപ്പമാകും. കർക്കിടക വാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ അൻവർ സാദത്ത് MLAയുടെയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആഷാസ് എബ്രഹാമിന്റെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് എല്ലാ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഓഗസ്റ്റ് 3 കർക്കിടക വാവിനോടനുബന്ധിച്ച് ആലുവ, മണപ്പുറം, ചേലാമറ്റം, കാലടി എന്നിവിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. ഈ 3 കേന്ദ്രങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ യോഗം ചർച്ച ചെയ്തു. രാത്രി 12 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ഇതിനു മുൻപ് ജനങ്ങൾക്ക് ആലുവയിൽ എത്തുന്നതിനും ബലിതർപ്പണത്തിനും ശേഷം മടങ്ങുന്നതിനുമായി കൊച്ചി മെട്രോ പ്രത്യേക സർവീസുകൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ മെട്രോ MDക്ക് കത്ത് നൽകും. സർവീസുകളുടെ സമയക്രമം നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. KSRTC ആലുവ, എറണാകുളം, പെരുമ്പാവൂർ മേഖലയിലായി അധിക സർവീസുകൾ നടത്തും. തൊട്ടക്കാട്ടുകര, ചേലാമറ്റം എന്നിവിടങ്ങളിൽ ദീർഘദൂര ബസ്സുകൾക്ക് സ്റ്റോപ്പ് നൽകിയിട്ടുണ്ട്. ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പാക്കും. ആലുവ, മണപ്പുറത്ത് ഫയർ റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ പെരിയാറിൽ 24 മണിക്കൂറും ബോട്ട് സജ്ജമായിരിക്കും. മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സ്കൂബ ടീമും രംഗത്തുണ്ടാകും. ആംബുലൻസ് സേവനവും ലഭ്യമാക്കും. കാലടിയിലും ചേലാമറ്റത്തും ആവശ്യമായ സുരക്ഷയും ഉറപ്പാക്കും. മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന കടവുകളിലെ ചെളി നീക്കി ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഇത് നിർവഹിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.